സാധാരണ ഞാൻ ആമസോണിൽ നമ്മളെ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ, അതേപോലെ തന്നെ ക്ലീനിങ് ഐറ്റംസ്, മേക്കപ്പ് സാധനങ്ങൾ, സ്കിൻ കെയർ ഇങ്ങനത്തെയൊക്കെയാണ് മേടിക്കാറുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ആദ്യമായിട്ട് ഞാൻ നമ്മൾ ആമസോണിൽ നിന്ന് എന്ത് ചെയ്തു, ചെടി മേടിച്ചു കേട്ടോ. എനിക്കതിനെ പറ്റി അറിയണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടപ്പോഴാണ് ആമസോണിൽ ഇങ്ങനത്തെ ലൈവ് പ്ലാന്റ്സ് ഒക്കെ വിൽക്കുന്നുണ്ട് ഞാൻ കണ്ടത്. അപ്പോൾ അത് കയറി നോക്കിയതാണേ. അപ്പോൾ കുറേ നല്ല റിവ്യൂ കണ്ടത് ഒരു ലിറ്റിൽ ജംഗിൾ അങ്ങനെ എന്തോ ഒരു അതന്നെ ഒരു ബ്രാൻഡാണ്, അവരാണ് ഈ ചെടി വെക്കുന്നത് കേട്ടോ. വേറെയും കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവർ നല്ലതെന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കയറി നോക്കിയതാണ്. കുറച്ച് റേറ്റ് എനിക്ക് തോന്നുന്നു കൂടുതലുണ്ട്. അതായത് നമ്മൾ നോർമലി ഷോപ്പിൽ പോയി എടുക്കുന്നതിനെക്കാട്ടും നമുക്ക് വില കൂടുതലുണ്ട് ആന്തൂര്യത്തിന്. ഇതിപ്പോൾ കടയിൽ പോയി എടുക്കുകയാണെങ്കിലും കുറച്ചും കൂടെ നമുക്ക് വലിയ പ്ലാന്റ് കിട്ടും. നമ്മൾ അന്നൊക്കെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ കുറച്ചും കൂടെ ഒരു 2-3 തൈകൾ ഉണ്ടാവും, കുറച്ച് വലിയ പ്ലാന്റാണ്. ഇതൊരു കുട്ടി തൈയാണ് കേട്ടോ. പക്ഷേ സംഭവം നല്ല നീറ്റാണ് പാക്കേജിങ്. അതേപോലെ തന്നെ നമുക്കിവിടെ എത്തിയ സമയത്ത് എന്താ പറയുക, ഒരു കംപ്ലൈൻറ്റ് ഉള്ളൂ കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. പൊതുവേ ഞാനെന്താ ആന്തൂര്യം മേടിക്കുക വെച്ചാൽ, ഞാനിപ്പോൾ കുറച്ച് പറഞ്ഞില്ലേ അന്ന്, ഇനി ആന്തൂര്യം കുറച്ച് മേടിക്കണം, വലിയ കേടും കാര്യങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ലല്ലോ, അതാണ് ആന്തൂര്യം മേടിച്ചത്. പിന്നെ ആന്തൂര്യം ആകുമ്പോൾ നമുക്ക് ദൂരം നിന്നൊക്കെയാണ് വരുന്നതെങ്കിലും അങ്ങനെ പെട്ടെന്ന് കേട് വരില്ല. അതിൻ്റെ ഇലയും ആ ഒരു പൂവൊക്കെ കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ സംഭവം നല്ലതാണ് കേട്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 150 രൂപയ്ക്കൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അമ്മേ, നമ്മളെ കടകളിൽ പോയി കഴിഞ്ഞാൽ വലിയ പ്ലാന്റ് കിട്ടും. ഇതെനിക്ക് തോന്നുന്നു 500 രൂപ 650 രൂപയ്ക്കാണ് ഓരോ ചെടിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ റേറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂടുതലുണ്ട്. എന്നാലും എന്താ പറയുക, നമുക്ക് വീട്ടിലേക്ക് കിട്ടുന്നുള്ളൊരു ഗുണമുണ്ട്. പോയി കടയിൽ പോയി മേടിക്കേണ്ട. ഈ ഒരു കളറുണ്ടല്ലോ, ഇത് ഞാൻ നമ്മുടെ നഴ്സറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ഇതിലെന്താ പർപ്പിൾ എന്നിട്ട് എഴുതിയിട്ടുള്ളത്, ഒരു മെറൂൺ കണ്ടോ, അങ്ങനത്തെ ഈ ഒരു സെയിം കളർ കേട്ടോ, എക്സാക്ട് ഈ ഒരു കളർ തന്നെയാണ്. നല്ല രസമുള്ള എന്താ പറയുക കളർ കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത്. ഇവിടെ ലൈറ്റ് റോസ്, അതേപോലെ തന്നെ റെഡ്, ഓറഞ്ച് അതൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല പ്ലാന്റാണ്. നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ദിവസം നമ്മൾ അച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തൊടുപൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്നെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഒരു ഫുൾ ഡേ എടുക്കാനല്ലേനും, അപ്പം എന്താ പറയുക, കുറച്ചായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ക്ലബ് ചെയ്തിട്ടൊരു വീഡിയോ ഒക്കെയാണ്. ഇന്ന് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ പോയി. ഇവിടുന്ന് ഞാനും അച്ഛനും അമ്മയും പിന്നെ വീട്ടിലത്തെ അച്ഛനും അമ്മയും പോയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ അന്ന് ബാങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ചാരുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു. ഞാനിത് വീഡിയോ എടുത്തപ്പോൾ ഒന്ന് തുറന്നു നോക്കിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു വീഡിയോയും കൂടെ വരാനുണ്ട്. ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചാരുവിൻ്റെ ചോറൂണായിരുന്നു. അപ്പം അന്ന് നമ്മളെ ബത്തേരി ഗണപതി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ട്. അന്ന് നമ്മൾ അവിടെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പം ഈ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് പോയപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അതിന് ശേഷം അന്നവിടെ നമ്മുടെ നെയ്ച്ചോറും ഇറച്ചിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പിന്നെ വേറെ അങ്ങനത്തെ വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരം വന്നിട്ട് പിന്നെ ഒരു അപ്പമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ ഉള്ളൂ. ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് സൺസ്ക്രീനുകളൊക്കെ കാണിച്ചു തരാം അങ്ങനെ വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു, നമ്മളെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചല്ല ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ എൻ്റെ കൈക്ക് പറ്റിയെന്ന്. അത് ഞാൻ സ്കൂട്ടി ഒന്ന് എന്തായിരുന്നു സ്റ്റാൻഡിലിട്ടപ്പോൾ അത് കറക്റ്റ് വീണിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ചെരിഞ്ഞു കേട്ടോ, വീടിൻ്റെ മുറ്റത്ത് തന്നെ. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് അത് വീണിട്ട് ഒന്ന് കൈക്ക് ഉളുക്ക് പറ്റിയിട്ടുണ്ട്. ചെറിയൊരു ചതവ് പോലെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ വലിയ കാര്യമായിട്ട് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴൊന്നും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കൈക്ക് നല്ല വേദന ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാനതൊക്കെ കെട്ടൊക്കെ ഊരി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം എന്താ ഉണ്ടാക്കണം അറിയോ സംഭവം? ഇതും വേറൊരു ദിവസത്തെയാണ് കേട്ടോ. ആക്ച്വലി ഞാൻ അന്ന് ഉണ്ടാക്കിയത് പഴംപൊരിയായിരുന്നു. അപ്പം അത് പിന്നെ വീഡിയോ എടുത്തില്ല. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കലത്തപ്പം എന്ന് പറയാം കേട്ടോ. നമ്മൾ ഓരോ നാട്ടിലേക്ക് ഓരോ മോഡലൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പം നമ്മൾ ഇന്ന് കലത്തപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് പാടെടുത്തിട്ടുണ്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട്. വെല്ലം നമ്മൾ എന്താ പറയുക ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇത് കുറച്ച് അരിപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മൈദയും കൂടെ ഒരുപോലെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഈ പഴവും അതേപോലെ തന്നെ നമ്മളുടെ തേങ്ങയും ഏലക്ക വേണേൽ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ വെല്ലവും കൂടെ ചേർത്തിട്ട് ഉരുക്കി വെച്ച വെല്ലം അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു മാവിലേക്ക് മിക്സ് ആക്കിയിട്ട് നല്ല കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. അതന്നെ ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, കലത്തപ്പത്തിൻ്റെ ആ ഒരു രുചി എന്ന് തന്നെ പറയണത് ആ ഒരു ചെറിയ ഉള്ളീൻ്റെ ടേസ്റ്റാണ് മെയിനായിട്ടും. വേറെ എനിക്ക് അല്ലേ നമ്മളെ വേറെ കടികളിലൊന്നും അങ്ങനെ ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ടുള്ള ഐറ്റം കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ആയിരിക്കും ചെറിയുള്ളി മൂപ്പിച്ചിട്ടുള്ള. വീട്ടിലമ്മ പണ്ട് നമ്മളെ കലത്തപ്പ ചട്ടിയില്ലേ അതിലിങ്ങനെ ഉണ്ടാക്കണതാണായിരുന്നു. ഇപ്പം നമ്മളെ കലത്തപ്പ ചട്ടിയൊന്നുമില്ല, നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഉണ്ട്, അതിലാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോണേ. അപ്പോൾ അമ്മ ഇതെല്ലാം കൂടെ അരച്ച്
റെഡി ആക്കി വെക്കുകയാണ്. ഞാൻ നേരത്തെ ചെടി കാണിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞതാണ്. നമുക്ക് ആ ഒരു ചെടി വെടിക്കുന്ന സമയത്ത് ഒരു പോട്ടും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ചെടി വെച്ച ആ ഒരു വൈറ്റ് പോട്ടില്ലേ, അത് അവരുടെ നമുക്ക് ആ ചെടി തരുന്നതിൻ്റെ അപ്പം അവർ തരുന്നതാണ്. പ്ലസ് നമുക്കൊരു കുഞ്ഞി ചെടി വേറെ എന്തെങ്കിലും തരും. ഇപ്പോൾ ഒരു ചെറിയ ജമന്തിൻ്റെ ഒക്കെ ഒരു തൈ ഉണ്ടാവില്ലേ, അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ആ ദൂരം മേടിച്ചതിന് ശേഷം വേറെയും ഒരു പിങ്കും റോസും വരുന്ന വേറൊരു മിക്സ് കളർ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇല്ലാത്തത് നോക്കിയിട്ട് അങ്ങനെ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് ഒരു ഗ്രീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ ആയിരുന്നു മേടിച്ചേട്ടോ, ലിറ്റിൽ ജംഗിൾ എന്നല്ല, അല്ലാണ്ട് കയറിയിട്ട് ഞാൻ മേടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ഏതൊരു സൈറ്റോ ബ്രാൻഡ് എന്താ പറയുക, അവരുടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആന്തോരം വന്നൊക്കെ എനിക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഞാൻ മറ്റേ ഒരു അഗ്ലോണിമ മേടിച്ചിട്ടുണ്ടായിരുന്നു. അഗ്ലോണിമയ്ക്ക് മാത്രം ഇലയ്ക്ക് ചെറിയൊരു വാട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ വീഡിയോ അപ്ലോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ കാണുന്നില്ല. അപ്പോൾ ആ ഒരു അഗ്ലോണിമ ഇപ്പോൾ എൻ്റെ അടുത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ആന്തോരാണെങ്കിൽ നമുക്ക് എന്താ പറയുക, വലിയ ടെൻഷൻ അടിക്കാണ്ട് മേടിക്കാൻ പറ്റും, പ്ലാന്റ് എന്തെങ്കിലും ആവുമെന്ന്. കാരണം നമുക്കിത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ടല്ലോ. ഇങ്ങനത്തെ ചെടികളൊന്നും നമുക്ക് സ്കിൻ കെയർ ഐറ്റംസൊന്നും നമുക്ക് തിരിച്ചയക്കാൻ പറ്റില്ല. നമുക്ക് ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഡ്രസ്സ്, ചെരുപ്പ് അതൊക്കെ ആണെങ്കിൽ തിരിച്ചയക്കാൻ പ്രശ്നമില്ല. അപ്പോൾ ഇത് ആന്തൂരാണെങ്കിൽ വലിയ വിഷയമല്ലാണ്ട് വരുന്നുണ്ട്, കൊള്ളാം. അപ്പോൾ നമ്മൾ ആ മാവെല്ലാം കൂടെ അരച്ച് വെച്ചതും പൊടികളൊക്കെ കൂടെ അച്ഛൻ നന്നായിട്ട് മിക്സാക്കി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ, ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്നോട്ടെ. അതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലെടുത്തിട്ട് ജസ്റ്റ് കട്ടിയിൽ ഇങ്ങനെ ചുട്ടെടുത്താൽ മതി കേട്ടോ. കുക്കറപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. കുക്കറപ്പം നമ്മൾ ഈ മാവ് കുക്കറിൽ ഒഴിക്കും. അപ്പോൾ നല്ല ലെയർ പോലെയൊക്കെ ആയിരുന്നു. പണ്ട് ഇപ്പാണ് ഞാനൊന്നും ചെയ്യാതെ കേട്ടോ. അതായത് ഇപ്പം ഇവിടുന്ന് എന്തായാലും അച്ഛമ്മ കടി ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ അവിടെ കുറ്റിപ്പുറത്താക്കുമ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നു. അവിടെ നിന്ന് ഞാൻ കുക്കറപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നേ, കുക്കറപ്പം, വെള്ളയപ്പം. പക്ഷേ ഏട്ടാ ഒന്നും കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അപ്പോൾ അവരോട് നിർത്തി. അച്ഛമ്മയ്ക്ക് ഒരു കൊടുക്ക കടിയായിരിക്കും അടുത്തത്. അടുത്ത കടിയായിരിക്കുന്നു. ശരിടാ. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചട്ടിയിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിലേക്കാണ് എണ്ണയിലേക്ക്, അതായത് ഉള്ളിയും ചെറിയുള്ളി അതേപോലെ തന്നെ തേങ്ങയും കൂടെ മൂപ്പിച്ചെടുക്കുമല്ലോ, ആ ഒരു ഉണ്ണിയപ്പത്തലൊക്കെ ചെയ്യണ പോലെ അതേപോലെ ആക്കി എടുത്തിട്ടുണ്ടേ. നമ്മളിനി അതും കൂടെ ചേർത്ത് കൊടുക്കണം. ശരിക്കും എന്നിട്ട് ഞാൻ പറയാൻ കുറിച്ച് നല്ല മണം. നമ്മുടെ തേങ്ങ ഇങ്ങനെ വറുത്തിടുന്ന സമയത്ത് പ്രത്യേക രുചിയാണ്. അപ്പോൾ അമ്മ പറയും, നമ്മൾ എണ്ണ ഉണ്ടല്ലോ, ഉരുക്ക് വെളിച്ചെണ്ണ, അതുണ്ടാക്കുമ്പോഴും ആ ഒരു സ്മെല്ലായിരിക്കും, നല്ലൊരു ഫ്രഷ് സ്മെല്ലുണ്ടാവുമല്ലോ. നമ്മൾ ആ ഒരു പച്ച തേങ്ങയിലെ ചൂടാക്കണേ, അപ്പോൾ ആ ഒരു സെയിം മണം. നല്ല മണമാണിത്. ആ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോഴും കഴിഞ്ഞ ദിവസം ഇങ്ങനെയാണ് ആ സ്മെല്ലടിച്ച്, നല്ല രസമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചൂടാക്കി സെറ്റാക്കി അതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത സമയത്ത് കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അതേപോലെ തന്നെ മുന്തിരി ഉണ്ടാവുമല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ വേറെ രസം കൂടെ ആയിരിക്കും. എല്ലാം കൂടെ ആയിട്ട് കുറച്ച് അധികം വേണമെങ്കിലും വേറെ ചേർത്ത് കൊടുക്കാം. ചിലർക്ക് പിന്നെ ഒന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പായസം വെച്ചാൽ തന്നെ അതൊക്കെ പെറുക്കളയുമല്ലോ. അങ്ങനെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പണ്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അവലെന്നെ കുഴക്കണ സമയത്ത് കുറേ സാധനങ്ങൾ ചേർക്കുമായിരുന്നു. വെറുതെ തേങ്ങയതല്ലാണ്ട് ചിലപ്പോൾ നിങ്ങൾ പണ്ടത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. തേങ്ങ അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മളെ ഡേറ്റ്സ് ഇല്ലേ, ഈന്തപ്പഴം, അങ്ങനത്തെ എല്ലാ നട്ട്സും ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല രസമാണ്. വെറും അവലും തേങ്ങയും പഞ്ചസാരയും കഴിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ടേസ്റ്റാണല്ലോ. അങ്ങനെ അപ്പോൾ ഈ മാവിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒഴിക്കാം. ഇത് നമുക്ക് ഈ ഒരു സെയിം സാധനം തന്നെ കുക്കറിൽ ഒഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ടൈമൊക്കെ നോക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചാകെ കൂടെ കുളവും. ഇതാവും പിന്നെ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെയിലും കൂടെ ആവുന്ന സമയത്ത് അങ്ങനത്തെ അടി പിടിക്കുന്ന പ്രശ്നം വരില്ല. അതേപോലെ നമുക്ക് നോക്കാമല്ലോ അടി പിടിക്കണുണ്ടോ ഇല്ലെന്നുള്ളത്. പക്ഷേ കുക്കറിലാകുമ്പോൾ അങ്ങനെ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓണമൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും ഉണ്ടാവുകയെന്ന്. ഓണത്തിൻ്റെ അന്ന് ചേച്ചി ആദ്യം പറഞ്ഞു തലേ ദിവസം വരാമെന്ന്. പിന്നെ അവിടെ ഒരു ഓണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ അവർ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞോളാണെങ്കിൽ അവിടെ അച്ഛനും അമ്മയ്ക്കും സുഖമില്ല, അപ്പം അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുട്ടികളെങ്കിലും വരുന്നുണ്ടാവുമെന്ന്. അപ്പോൾ ഇപ്പോൾ മണിക്കുട്ടിയും ശ്രീക്കുട്ടിയാണെങ്കിൽ അമ്മയില്ലാണ്ട് അവരും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആകെ കൂടെ നമ്മൾ കുറച്ച് പേരണേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ ഉള്ളവരെന്നെ ഉണ്ടാവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഉണ്ടാവും, അച്ഛമ്മ ഉണ്ടാവുകയും അച്ഛമ്മയുണ്ട്. പക്ഷേ എന്താ പറയുക, കുട്ടികളാരുമില്ല. നിച്ചൂട്ടനുണ്ട്. ഓണം വിഷു എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേര് വേണം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പിന്നെ എല്ലാവരും ലളിതമാക്കി കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ അപ്പം ഒഴിച്ചു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള അപ്പമാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ വെച്ച് അതിൻ്റെ കൂടെ കഴിച്ചു. അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു.
അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൊടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിച്ചു. കണ്ടോ, ഇതാ നമുക്കിങ്ങനെ മറിച്ചിട്ടിട്ട് ആക്കായിരുന്നു കേട്ടോ. നമുക്ക് ഇത് ഈ ഓരോ അപ്പങ്ങളും ഓരോ മോഡൽ ഉണ്ടാക്കാം. ഈ ഇഡ്ഡലി ചെമ്പിലൊക്കെ ഒഴിച്ചിട്ട് ആവിയിലൊക്കെ വെക്കുന്ന അങ്ങനെ ഉണ്ടാക്കാം. നമുക്കുള്ള ഇഷ്ടമാണ് ഓരോ കംഫർട്ട്. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് സൺസ്ക്രീനുകൾ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ വ്ളോഗ് വിത്ത് ശ്രീയിലേക്ക് ഞാൻ അന്നെ എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമല്ലോ. നല്ല കുറച്ച് സൺസ്ക്രീനുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു റിവ്യൂ പോലെ ചെയ്യാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾ ആ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത് മാമകത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീൻ ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. നല്ല സൺസ്ക്രീനാണ്, നമുക്ക് ഡ്യൂയി ഫിനിഷ് ചെയ്യുന്നുണ്ട്, അതേപോലെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇത് മാമകത്തിൻ്റെ അൾട്രാലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ PA+++ ഉള്ളൂ. SPF 50 ആണ് എല്ലാം കാണിക്കുന്നത്. നമ്മൾ ആദ്യം കാണിച്ചാൽ അതേപോലെ തന്നെ ഈ ഒരു മാമകത്തിൻ്റെ സൺസ്ക്രീനിലും SPF++, SPF 50യും PA++++, 4 പ്ലസും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് എത്രത്തോളം ഈ ഒരു സൺസ്ക്രീൻ വെയിലിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നുള്ളതാണ്. വെയിലിൽ നിന്നും എത്ര നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. ഇത് നമ്മുടെ ഡെർമാക്കോയിൻ്റെ ആണ്. SPF 50 വരുന്ന 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വാ ജെല്ലാണ്. അങ്ങനെ എന്താ പറയുക, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കാണിക്കണമൊക്കെ എല്ലാ സ്കിൻ ടൈപ്പിനും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ വെയിലത്തേക്ക് ഇറങ്ങണേനെ ഒരു അരമണിക്കൂർ മുൻപായിട്ട് സൺസ്ക്രീൻ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. എപ്പോഴും നമ്മൾ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഫേസിലൊക്കെ ഇപ്പോൾ ഫ്രക്കിൾസൊക്കെ വരുന്നപ്പോഴും അതേപോലെ സൺ ടാനൊക്കെ ആകുമ്പോഴും വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുന്ന സമയത്ത് അവർ സൺസ്ക്രീൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. സൺസ്ക്രീൻ നമുക്ക് നല്ലതാണ്. പിന്നെ ഈ ഒരു അക്വലോജിക്കേൻ്റെ നല്ലൊരു സൺസ്ക്രീനാണ്. നല്ല ഒരു ഗ്ലോ പോലെ ഫേസിന് തോന്നുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ പൊട്ടുപോയതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു റൈസ് വാട്ടർ മാമകത്തിൻ്റെ ജസ്റ്റ് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്തൊക്കെയാണുള്ള ആ ഒരു സംഭവം. ഇത് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ്. ഇതിലും SPF 50യും അതുപോലെ തന്നെ PA++++ ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു മിനിമലിസ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ മാമകത്തിൻ്റെ ആ ഒരു ക്യാരറ്റ് സീഡിൻ്റെ കാണിച്ചില്ലേ, അതേപോലെ ഡെർമാക്കോ, അക്വലോജിക്ക, നല്ല സൺസ്ക്രീനുകളാണ് ഇതൊക്കെ. നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല സ്കിന്നിന്. അതേപോലെ നല്ല രീതിയിൽ വെയിലത്തിറങ്ങുന്ന സമയത്ത് സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ എടുത്തിട്ടുള്ളത് നമ്മുടെ ആമസോണിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എപ്പോഴും പറയണ പോലെ ആമസോണിൽ നമുക്ക് ഓഫേഴ്സും സെയിലൊക്കെ നടക്കുന്ന സമയത്ത് മേടിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. ടാറ്റാ.